ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന മത്സരാർത്ഥികളാണ് ഗബ്രിയും ജാസ്മിനും ഒക്കെ. പക്ഷേ ഗബ്രി പോലും സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം അയാൾക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിച്ചില്ല എന്നത് ആശ്ചര്യപ്പെടുത്തിയ കാര്യമാണ്. നമ്മൾ ഈ ലൈവ് കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഇയാൾ പോലും ചോദിക്കുന്നില്ലല്ലോ, ഇയാൾക്ക് ഗെയിമിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. സത്യത്തിൽ ഗബ്രി അന്ന് സിജോ തിരിച്ച് പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് ആഞ്ഞപ്പോൾ സിജോയെ തടഞ്ഞു നിർത്തിയ ആളാണ്. തടയുക മാത്രമല്ല, ഒന്നുകൂടി അന്ന് ഗബ്രി പറയുന്നുണ്ട്, അതായത് നീ അങ്ങോട്ട് പോയി എന്തെങ്കിലും ചെയ്താൽ നീയും ഷോയിൽ നിന്ന് ഔട്ടാകുമെന്ന്. അപ്പം അത്രയും നന്നായിട്ട് ഗെയിമിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഗബ്രി. പക്ഷെ ഇവരാരും തന്നെ അന്വേഷിച്ചില്ലടാ. എന്ന് വെച്ചാൽ അയാൾക്ക് എന്ത് പറ്റി. അപ്പോൾ അയാൾ ഇത് അറിയുമ്പോൾ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. കാരണം ആ വീട്ടിൽ എല്ലാവരും മത്സരിക്കാൻ വന്നതല്ലേ. ഇടി കൊടുത്ത ആളെക്കുറിച്ച് അവിടെ എല്ലാവരും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇടി കൊണ്ട് അവശനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയ ആളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനുള്ള ഒരു മര്യാദ നമ്മൾ പ്രേക്ഷകരും അത് പ്രതീക്ഷിക്കില്ലേ. അറ്റ്ലീസ്റ്റ് അയാളെക്കുറിച്ചൊന്ന് ചോദിക്കെങ്കിലും ചെയ്യണമെന്ന്. അവിടെയാണ് ഇവർക്കൊക്കെ വലിയൊരു വീഴ്ച പറ്റിയത്. മനുഷ്യത്വമാണ് എല്ലായിടത്തും ഏറ്റവും പ്രധാനമെന്ന് മറന്നു പോകരുത്. അതൊരു ഗെയിമിൻ്റെ ഇടയിലാണെങ്കിൽ പോലും മനുഷ്യത്വം എന്നത് അത്യാവശ്യം വേണ്ടതാണ്. ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് ക്രൂരതയും കാണിക്കും, അല്ലെങ്കിൽ എത്ര മനുഷ്യത്വമില്ലായ്മയും കാണിക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. മനുഷ്യത്വം ആവശ്യമാണ്. അതിവിടെ എന്തുകൊണ്ടോ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നുണ്ട്. ലാലേട്ടൻ അതുകൊണ്ട് തന്നെ ഗബ്രി പറയുന്നുണ്ട്, ഞാൻ ശ്രീരേഖ ചേച്ചിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന്. ലാലേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവിടെ ഇരിക്കുക എന്ന് പറയുന്നു. ശ്രീരേഖയോടല്ലല്ലോ ചോദിക്കേണ്ട ഗബ്രി, ബിഗ് ബോസിനോടല്ലേ. ബിഗ് ബോസിനോട് ചോദിക്കേണ്ട നിങ്ങൾ. പരസ്പരം നിങ്ങൾക്കൊന്ന് പറയാമല്ലോ. അയാൾ ഓക്കെ ആയിരിക്കുമല്ലേ, പാവം പെട്ടെന്ന് ശരിയായിട്ട് വന്നെങ്കിൽ അയാളുടെ തെറ്റുകൊണ്ടല്ലല്ലോ പോയത് എന്നൊന്നും ഒരാളും പറയുന്നില്ലടാ. ലൈവ് ഫുള്ള് നമ്മൾ കുത്തിയിരുന്ന് അരിച്ചു പറക്കി കാണുന്നതല്ലേ. പക്ഷെ അവിടെ ഒന്നും ആ ഒരു ടോപ്പിക്ക് പോലും ആർക്കും ഇല്ല. കുറച്ച് പേർക്ക് റോക്കിയെങ്കിലും സംസാരിക്കാനുണ്ട്. റോക്കി വേണം, റോക്കി വരണം, റോക്കി പോയത് നഷ്ടം, റോക്കി ലീഡറായിരുന്നു, ആനയായിരുന്നു, ചേനയായിരുന്നു. പക്ഷേ സിജോയെക്കുറിച്ച് അവിടെ ആർക്കും ഒന്നും പറയാനില്ല. പോയത് നന്നായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. കട്ടിലൊഴിയാൻ കാത്തിരുന്നു എന്ന് പറയും പോലെയാണ്. അതുപോലെ സിജോ പോയെങ്കിലോ നന്നായി എന്ന് പറഞ്ഞാണ് പലരും അവിടെ ഇരിക്കുന്നത്. അക്കൂട്ടത്തിൽ തന്നെയാണ് ഗബ്രിയും ഒക്കെ.